മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ഇന്ന് 3-ാം ദിവസമാണ്. 2 പ്രാവശ്യം 2-ാം ദിവസം വരെ യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നില്ല. ഇന്ന് 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേറ്റ യേശുനാഥനെ പറ്റി നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഈ 2 ശിഷ്യന്മാർ ജെറുസലേം വിട്ട് എമാവൂസിലേക്ക് പോകേണ്ടി. കാരണം ജെറുസലേമിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല. വിഷമമുണ്ടാവും. ഗുരുവിനെ അവർ അതുപോലെയാണ് കുരിശിൽ കൊന്നുകളഞ്ഞത്. ഒരുപാട് സാധനങ്ങൾ സഹിച്ചു. അപ്പോൾ അവർക്ക് അവിടെ നിൽക്കാമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അങ്ങനെ അവരവിടെ നിന്ന് പോകുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുനാഥനെ പറ്റി ഇവർ വാദിക്കും. പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തർക്കിച്ചും കർത്താവിനിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ ഒരാൾ ഇവരുടെ കൂടെ ഞാൻ പറഞ്ഞിരുന്നു, യേശുനാഥൻ ആദ്യമേ തന്നെ പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലേന മറിയത്തിനും രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടതും ഒരു സ്ത്രീക്കുമാണ്. എന്നാൽ യേശുവിൻ്റെ മനസ്സിൽ മുഴുവനും ശിഷ്യന്മാരാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ഇവരുടെ കൂടെയുണ്ട്. അങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഉടനെ അവർ അത്ഭുതപ്പെട്ടു പോകും. ഒന്നും അറിയാത്ത ഒരു അപരിചിതനാണോ, വഴിപോക്കക്കാരനാണോ നീ? അപ്പോൾ യേശു ചോദിക്കും, ആരെപ്പറ്റി? നസറേനായ യേശുവിനെ പറ്റി. ജെറുസലേം മുഴുവനും ഇളകി മറിഞ്ഞിരിക്കുകയാണ്, നീ അറിഞ്ഞില്ലേ? ഇന്നേക്ക് 3-ാം ദിവസമാണ്. അപ്പോൾ ആ 3-ാം ദിവസമാണ് യേശുനാഥൻ ഇവരോട് കൂടുന്നത്. യേശുനാഥൻ ഇവരോട് കൂടിയിട്ട് ഇവരെ തറക്കിച്ച് ഇങ്ങനെ പോണ സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുനാഥൻ വാദിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ പോകുകയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം അറിയണം. എന്താണെന്നറിയാമോ? യേശുനാഥനെ പറ്റി തർക്കിക്കുകയും വാദിക്കുകയും വചനം വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ യേശു നിങ്ങളുടെ അടുത്തേക്ക് വരും. അതല്ലാണ്ട് നമ്മളിങ്ങനെ കൂടി ഇരുന്നുണ്ട് ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിനിമാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് യേശുവില്ല, പിശാച് കയറിയിരിക്കും. എന്നാൽ കർത്താവിനെ പറ്റി അങ്ങനെ സംസാരിച്ച് നോക്കിയേ, അവരുടെ മധ്യ കർത്താവ് ഇറങ്ങി വരും. ആർക്കെങ്കിലും അത് അനുഭവമാക്കി മാറ്റും. ഇവിടെ സംഭവിച്ചതാണ്. അങ്ങനെ അവർ അങ്ങോട്ട് പോയി അവരുടെ കൂടെ ഭക്ഷണത്തിന് കയറിയാണ്. അവരുടെ വീട്ടിൽ കയറി ഭക്ഷണത്തിലിരിക്കുകയാണ്. ഉടനെ യേശുനാഥൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുക്കുകയാണ്. അവർ ഭക്ഷിച്ചിട്ടിരിക്കുമ്പോൾ യേശുനാഥൻ അപ്രത്യക്ഷനായി. യേശു അവിടെ പോയി. യേശുനാഥൻ അവരുടെ ഉള്ളിലേക്ക് കയറി, ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക്. ഇതാണ് കുർബാനയിൽ വരുന്ന തിരുവോസ്വരൂപനായ യേശുവിൻ്റെ ശരീരം. നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ട് നമ്മൾ ജ്വലിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രയോജനം കാണുന്നുണ്ടോ? ലോകത്തിലായിരിക്കുന്ന സഹോദരി സഹോദരരെ, ആ യേശുവിനെ ഓർത്ത് കരയണം. നിൻ്റെ ശരീരം ഭക്ഷിച്ചിട്ട് നിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടിയില്ലല്ലോ കർത്താവേ എന്ന് എണ്ണിപ്പിറക്കി കരയുമ്പോൾ യേശു വരും. ആഗ്രഹിക്കണം. ആഗ്രഹിക്കാണ്ട് ഒരു കാരണവശാലും യേശുവിനെ നീ കാണുകയില്ല. യേശുവിൻ്റെ കുർബാനയിലെ തിരുശരീരം തിരുരക്തത്തിനും അത്ര പവറുണ്ട്, അത്ര പവറുണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരാൾക്കും. അതിനകത്ത് ഈശോ ഉണ്ട്. ആ ദൈവത്തെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം, രക്തം തിളയ്ക്കണം. ഉണ്ടോ? ഉപസാരത്തിലൂടെ, വിശുദ്ധിയിലൂടെ, പാപമോചനമില്ലാണ്ട് യേശുനാഥൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ അവൻ ഭോഷനായി രോഗിയായി മാറും. ഭോഷനായി രോഗിയായി മരണപ്പെടും. എന്നാലും ദൈവമായ കർത്താവിനെ നിനക്കറിയാൻ പറ്റില്ല. ഞാൻ തുറന്ന് പറയുന്നു. നമുക്ക് വചനം ഒന്ന് ശ്രമിക്കാം. ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം. ഹല്ലേലൂയ. അകലെയുള്ള എമാവൂസ് ഗ്രാമത്തിലേക്ക് അവർ പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. എമാവൂസിലേക്ക് ഇങ്ങനെ പോകുന്ന 2 ശിഷ്യന്മാർ ജെറുസലേം വിട്ട് പോകുകയാണ്. അപ്പോൾ ജെറുസലേമിൽ നടന്ന കാര്യങ്ങൾ ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരും ഇല്ല കേട്ടോ. ഈ 2 പേരും ഇവിടെ ശ്രദ്ധിക്കണം.
അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചെയ്യും, വാദിക്കുകയും ചെയ്യും. നമ്മൾ യേശുവിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, ഇങ്ങനെയായിരുന്നല്ലോ ഇവന് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ ഇവർ തർക്കിക്ക് വാദിച്ച് പോകുകയാണ്. ഹല്ലേലൂയ. കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ യേശുവിൻ്റെ കാര്യം, യേശുവിൻ്റെ വചനം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് യേശു അവിടെ വരും. യേശു ആ കൂട്ടത്തിൽ വരും. നിങ്ങൾ കാണും, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അത് യേശു ആണെന്ന് അവർക്ക് അറിയാനും പാടില്ല. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവ പൂർണ്ണ ദൈവമാണ്. അരൂപിയായിട്ട് ദൈവമായി നമ്മളെ ഉള്ളിലേക്ക് വരണവനാണ് ദൈവമായ കർത്താവ്. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? യേശു ചോദിക്കുകയാണ് ശിഷ്യന്മാരോട്, ആരെക്കുറിച്ച്, എന്തിനെക്കുറിച്ച്, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ അതിശയപ്പെട്ടു, മാനവരായി. അവരിൽ കൈപ്പാസ് എന്ന പേരായ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ഒന്നും അറിയാത്ത ഒരു വഴിപോക്കനാണോ നീ ആരാണ്? നീ എന്താണ് എനിക്ക് പറയണത്? ഈ ജെറുസലേമിൽ മൊത്തം എല്ലാവരും അറിഞ്ഞിരിക്കില്ലേ, ഇത് 3-ാം ദിവസം അല്ലെന്നൊക്കെ ഇവർ പറയണം. ഉടനെ യേശു ചോദിക്കുക, അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രനായ യേശുവിനെ കുറിച്ച് തന്നെ. യേശു അവരുടെ കൂടെ നിൽക്കുകയാണ്, പക്ഷെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വഴിപോക്കനായിട്ടാണ് കാണുന്നത്. തോട്ടക്കാരനായിട്ടാണ് മഗ്ദലേന മറിയം കണ്ടത്. അവൻ ദൈവത്തിലെ മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ശിഷ്യന്മാർ പറയും, ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിതന്മാരും നേതാക്കളും അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിൽ തറയ്ക്കുകയും ചെയ്തു. കൊന്നുകളഞ്ഞു നേതാക്കന്മാർ. എന്നിട്ട് അവരിങ്ങനെ യേശുവിനോട് തന്നെ പറയുന്നു. യേശു അതെല്ലാം കേട്ട് കേട്ട് അവരുടെ കൂടെ പോവുകയാണ്. നോക്കിയേ, ഒരു ദൈവമാണ് ആ കൂടെ നടക്കുന്നത്. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണോ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം ദിവസമാണ്. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം ദിവസമാണ്. ഈ 3-ാം ദിവസത്തിലാണ് യേശുനാഥൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്, 3-ാം ദിവസം കല്ലറയിൽ കിടന്നു. ഒക്കത്തിനും അടയാളമുണ്ട് യേശുനാഥൻ്റെ ഓരോ പ്രശ്നങ്ങൾക്കും. ഹല്ലേലൂയ. ചില സ്ത്രീകൾ കല്ലറയിൽ പോയിരുന്നു. അവർ അവൻ്റെ ശരീരം അവിടെ കണ്ടില്ല, തിരിച്ചറിഞ്ഞുമില്ല. ഞങ്ങളോട് ദൂതന്മാരോട് ദർശനമുണ്ടായെന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും ആ സ്ത്രീകൾ പറഞ്ഞു. ദൂതൻ പറഞ്ഞ വാക്കുകളൊക്കെ യേശുനാഥനോട് പറയണം. ചിലർ കല്ലറയിലേക്ക് പോയെങ്കിലും സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. സ്ത്രീകൾ കണ്ടു, അവർ അവനെ കണ്ടില്ല. കാരണം എന്താണ്? ആഗ്രഹമില്ല. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. യേശുനാഥനെ കാണണമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ വലിയ കൃപയാണ്, അത്ഭുതമാണ്. അവൻ്റെ വാക്ക്, അവൻ്റെ പ്രവൃത്തി, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ശവം പോലെ കിടക്കും. യേശുവിൻ്റെ ശരീരം ഭക്ഷിച്ചങ്ങ് പോകുന്നുള്ളൂ. ഒരിക്കലും അറിയില്ല അവൻ. ഒരിക്കലും യേശുനാഥൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. പറയും, എനിക്കതറിയാം ഇതറിയാമെന്ന്. യേശുനാഥൻ വരില്ല. യേശുനാഥനെ അറിയണം, യേശുനാഥനെ കാണണം, യേശുനാഥൻ്റെ വചനം പ്രഘോഷിക്കണമെങ്കിൽ യേശുനാഥൻ്റെ ഉള്ളിൽ വസിക്കണം. വസിക്കാത്തടത്തോളം കാലം ഈ ദൈവത്തെ അറിയുക സാധ്യമല്ല. കർത്താവ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. 12 ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ്റെ ജീവിതത്തിൽ ഇത് ഏറ്റവും വിലപ്പെട്ടവരാണ് അവർ. തിരഞ്ഞെടുത്തിട്ട് അവരുടെ അടുത്തേക്ക് വന്ന യേശുനാഥൻ 2 ദിവസം വന്നില്ല, ഇപ്പോഴും വന്നിട്ടില്ല. 2 പേരുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളൂ. അവർ ഒളിച്ചോടി പോയാണ് അവിടുത്തെ. ജെറുസലേം വിട്ട് ഭയന്ന് മനുഷ്യനെ വിറച്ച് പോവുകയാണ്. രാജ്യം വിട്ട് പോയപ്പോഴാണ് യേശുനാഥൻക്ക് ഇവിടെ വന്നത്. ഇതെന്നറിയാമോ? യേശുനാഥൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. അതും അവർ കേട്ടില്ല. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ക്രിസ്ത്യാനിയാണെന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിനെ അറിയുന്നില്ല. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയാത്ത വിധം
ഹൃദയം മങ്ങി വധിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നതിൽ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധങ്ങളിൽ എന്നെപ്പറ്റി എഴുതിയിരുന്നുവല്ലോ. ക്രിസ്തുവിനെപ്പറ്റി മോശ വഴി പ്രവാചകന്മാരെല്ലാവരും ഈ വചനങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ. മോശന്മാരെ എന്ന് വിളിക്കുന്നത് ദൈവമായ കർത്താവ് ഇവരോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. എഴുതിയിരുന്നവനായി എല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് കർത്താവ് അവരുടെ കൂടെ നടക്കുമ്പോൾ. അവർ എത്തേണ്ടിയിരുന്ന കരാമത്തോട് അവനാകട്ടെ യാത്ര തുടരുകയായിരുന്നു. ഭവിച്ചു അവരെത്തേണ്ട ഗ്രാമമായ ആ ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ അത് അംഗീകരിച്ച് യേശുനാഥൻ ഇവരുടെ കൂടെ നടക്കുകയാണ്, രണ്ടുപേരുടെ കൂടെ. അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക. ഞങ്ങളുടെ കൂടെ താമസിക്കാൻ പറഞ്ഞു ആ ശിഷ്യന്മാർ. യേശുവിനെ വിളിക്കുകയാണ്. അങ്ങനെ യേശു അങ്ങോട്ട് കയറിച്ചിട്ടുണ്ട്. യേശു നമ്മൾ പറയണത്, നമ്മൾ യേശുവിനെ അറിഞ്ഞ് നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ പറയണത് യേശുനാഥൻ കേൾക്കും. അതാണ് അവിടെ സംഭവിച്ചത്. യേശുനാഥൻ അവരുടെ ഭവനത്തിലേക്ക് കയറിയാണ്. ഹല്ലേലൂയ. വൈകുന്നേരം ആയപ്പോൾ അസ്തമിക്കാറായി. വൈകുന്നേരമായി അസ്തമിക്കാറായി, സൂര്യൻ അസ്തമിക്കാറായി. അവൻ അവരോട് താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണം തിരുന്നപ്പോൾ അങ്ങനെ സന്ധ്യയായി, ഇരുട്ടായി. അപ്പോൾ യേശുനാഥൻ അവരോടൊപ്പം നിർബന്ധിച്ച് അവിടെ കേട്ടിരുന്നു. നാളെ പോയാൽ മതി, ഇന്ന് പോകാൻ കൊള്ളില്ല, അങ്ങോട്ടുള്ള വഴിയൊക്കെ വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാർ ഈ കൂടിയിരിക്കുന്ന യേശുനാഥനോട് പറയുകയാണ്. ഹല്ലേലൂയ. അവർ അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അങ്ങനെ ഭക്ഷണത്തിലിരുന്നു, അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുക്കുകയാണ്. ഇത് നമ്മൾക്ക് സംഭവിക്കണം. കുർബാന, മുഴുവൻ കുർബാന കണ്ട് കർത്താവിൻ്റെ ശരീരം നാവിൽ വരുമ്പോൾ ഇത് സംഭവിക്കണം. എന്താണ് അടുത്തത്? കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ആ നാവിൽ കുർബാനയിൽ യേശുവിൻ്റെ ശരീരം സ്വീകരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കണം. കണ്ണ് അന്ധമാകരുത്. കണ്ണ് അന്ധമാകണതിൻ്റെ കാരണം എന്താണ്? വിശുദ്ധിയില്ല. അവൻ്റെ ശരീരം ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുമ്പസാരിക്കണം. വഴക്ക്, വെറുപ്പ്, ദേഷ്യം എല്ലാം ഉണ്ടാവും. 15 ദിവസത്തിൽ നിങ്ങൾ കുമ്പസാരിച്ച് നോക്കിയേ, കത്തി പറയാൻ തുടങ്ങും. യേശുവിൻ്റെ ശരീരം നാവിൽ വരുമ്പോൾ അവനെപ്പറ്റി പറയണം, അവന് വേണ്ടി ഓടണം, അവന് വേണ്ടി ജീവൻ കൊടുക്കണം എന്നുള്ള ദാഹമുണ്ടാവും. ഹല്ലേലൂയ. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി. ഈ ശരീരം അങ്ങോട്ട് വാസുവെച്ച് കൊടുത്ത് ഭക്ഷിച്ചപ്പോഴത്തേനും അവരെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. ജെറുസലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞവർ അന്ന് തന്നെ അപ്പം തന്നെ ആ ഇരുട്ടത്ത് തിരിച്ചു പോവുകയാണ്. ഇതാണ് യേശുനാഥൻ്റെ ശരീരം ഭക്ഷിച്ചാലുള്ള ഗുണം. അതല്ലാണ്ട് പാപത്തോടെ നിൻ്റെ ശരീരം, യേശുനാഥൻ്റെ ശരീരം ഭക്ഷിച്ചാൽ എന്ത് പറ്റും? 1 കൊരിന്തോസ് 11:27 മരണം വരെ സംഭവിക്കും. യേശുനാഥൻ്റെ ഈ ശരിയായ തെരുവോസ്തിയായ ശരീരം ഉണ്ടല്ലോ, അത് നമ്മൾ കാണുമ്പോൾ വെറുതെയാണ് അല്ലേ, ഒരു വെള്ള അപ്പം, പക്ഷെ അതിനകത്ത് യേശുണ്ട്. അത് ഭക്ഷിക്കത്തിന് രോഗം വരും, മരണം വരെ സംഭവിക്കും. ഇന്ന് 3-ാം ദിവസമാണ് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുനാഥൻ 2 ശിഷ്യന്മാർക്ക് മാത്രം പ്രത്യക്ഷപ്പെടുത്തുന്നത്. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്.